ഹലോ ഗൈസ്, അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്നങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിൽ ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കാൻ ഞങ്ങളല്ല തുടക്കം കുറിക്കുന്ന, അവൾ ഓൾറെഡി തുടക്കം കുറിച്ചിട്ടുണ്ട്. അവിടെ കുറെ റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞില്ലേ, മറ്റേ അമ്യൂസ്മെന്റ് അല്ല എന്താണ് അക്വേറിയം അതെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് അതിൻ്റെ എല്ലാം നോക്കുന്നുണ്ട്. നമുക്കും കൂടെ പോയി നോക്കാം, എവിടം വരെ ആയിക്കേ പരിപാടി നോക്കാം. എപ്പോഴും പോകുന്നതൊക്കെ ഉച്ച സമയത്ത് അതല്ലേ നട്ടുച്ചയെന്ന് പറയുന്നത്. 2 ഉച്ച കഴിയുമ്പോഴേ നട്ടുച്ചയെന്ന് പറയുന്നത്. ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോയി. PSA പോകുന്ന വഴി ബീച്ചിൽ വന്ന് നമുക്ക് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞ് നിന്നപ്പം ഭയങ്കര വെയില്, കണ്ണു പോലും കാണാൻ പറ്റുന്നില്ല. ഞങ്ങള് വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചു, നേരെ ആയുധങ്ങളൊക്കെ കഴിയാതിരിക്കാൻ വേണ്ടി കൊടയെല്ലാം എടുത്തിട്ട് ഇറങ്ങി. സെൽഫി സ്റ്റിക്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോകുന്നു. ഇനി ഇവിടുന്ന് വ്ളോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പിള്ളേരെ വിളിച്ച് നേരെ വീട്ടിലോട്ട്. അങ്ങനെ അതാ ഇൻട്രോയൊക്കെ എടുത്ത് നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാ. ഇക്കേനെ വിളിച്ച് വൈകിട്ട് വന്ന് നമുക്ക് 3 പേർ കൂടി വ്ളോഗ് എടുക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോ ഇക്കയ്ക്ക് ഇന്ന് അവിടെ 10 വണ്ടി ഉണ്ട് അത്രേ. അതുകൊണ്ട് അവിടെ ആരൊക്കെയോ സ്റ്റാഫ് ലീവാണ്, അപ്പൊ ഇക്കയ്ക്ക് ഇപ്പോഴൊന്നും വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മള് ബീച്ച് എത്തി. ഇതിന് നട്ടഭ്രാന്തെന്ന് പറയുമായിരിക്കും, സാരമില്ല. നട്ടഭ്രാന്ത് 2 ഭ്രാന്തികൾ. ഒരു പൂച്ചക്കാരി പോലും ഇല്ല. ഉണ്ട് 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഇതോ ഈ കാണുന്ന അങ്ങേ അറ്റത്ത് വരെ ചെന്നാലേ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിതേ ഇവിടെയാണ് ഇപ്പം. പറയൂ, ഞാൻ ഈ സംഭവം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പണ്ട് കഴിഞ്ഞ വർഷം വന്നില്ല, പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം കാല് ഫ്രാക്ചർ പറ്റി ഓപ്പറേഷൻ കിടന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇക്ക തന്ന ഓഫറായി. ഇപ്രാവശ്യം ഓണമല്ലല്ലോ, ന്യൂ ഇയറിന് ബീച്ചിൽ കൊണ്ടുപോകാത്. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊണ്ടുപോയല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് ഫ്രണ്ട്സുമായിട്ടാ പോയത്. അവൻ പറഞ്ഞു ഉറപ്പായിട്ടും കൊണ്ടുപോകാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഇയറിന് നമുക്ക് 12 മണിക്ക് ബലൂണൊക്കെ പറപ്പിക്കണ്ടല്ലോ. ഞാൻ ഇവിടെ വന്നിട്ടില്ല, ഞാൻ ഈ ആലപ്പി ബീച്ച് ഇതുവരെ വന്നിട്ടില്ല ബീച്ചിന്. കഴിഞ്ഞ മുമ്പത്തെ വർഷം സിംഗിൾ ആയിട്ട് അടിച്ചു പൊളിക്കുവായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഞാൻ ന്യൂ ഇയർ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അല്ലെന്നേ ഉള്ളു. ഈ വർഷം ഇപ്പോൾ ഞങ്ങളില്ല. കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങളില്ല. എന്നാ ബീച്ച് ഫെസ്റ്റ് സ്റ്റാർട്ടിങ് അതൊന്നും എനിക്കറിയില്ല. തുമ്പോലപ്പള്ളി കയ്യാപ്പിക്ക് ഒരു 5-6 മാസം ഉള്ളപ്പോഴാന്ന് തോന്നുന്നു ഇവിടെ ഫസ്റ്റ് നമ്മുടെ മറ്റേ ഈ അക്വേറിയം വരുന്നത്. ആ സമയത്ത് തന്നെയാണ് മറ്റേ ഇത് കോവിഡ് അന്ന് ഞങ്ങക്ക് കേറാൻ പറ്റില്ല. കയ്യാപ്പി കുഞ്ഞു വരുന്നത്. ആ കുഞ്ഞിലെ സമയത്ത് കയ്യാപ്പി ഭയങ്കര കരച്ചിട്ട് പോകാം. അന്ന് ഫസ്റ്റ് അല്ല, അത് കഴിഞ്ഞ് പിന്നെ കൊറോണ ആയിട്ട് 1-2 വർഷം. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഈ അക്വേറിയത്തിന് കാണാൻ വേണ്ടി തുടങ്ങി. അതിന് മുന്നേ മറ്റേ ബീച്ച് ഫെസ്റ്റിവലിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ന്യൂ ഇയറിന് അന്ന് രാത്രി ഒന്നും പറ്റിയില്ല. ചെറുതായിട്ടൊരു കുഴി, അതിനകത്തോട്ട് ഒന്ന് ചാടിയത്. അന്നേരം അങ്ങനെ നൈസാണ് ഇടക്ക് നോക്കിക്കോണേന്ന് പറഞ്ഞു. എപ്പോഴാണ് തലയും കുത്തി ഒന്ന് ഞാൻ വീണ് ഒന്നിച്ചേറിക്കും, വെറുതെ വെയിലുള്ളണ്ട്. അങ്ങനെ ബീച്ച് ഫെസ്റ്റിവലില് ആ സമയത്ത് എല്ലാ ദിവസവും രാത്രി പരിപാടിയാണ്. ഗാനം, ഡാൻസ്, അത് എല്ലാ ദിവസവും കാണും. ആ സമയത്ത് എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് നേരത്തെ വരുന്ന എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുപോകും. അന്ന് കുറച്ച് അധികം നേരം ഇരിക്കുമായിരുന്നു. അധികം നേരം ഇരുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആണെങ്കിലും സാധനം മേടിച്ച് അത് തന്നെ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങളങ്ങ് പോവുമായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം മാത്രമേ ഉള്ളു പോവാ. ഞാൻ മുമ്പത്തെ വർഷം പോയിരുന്നു. ആ മുമ്പത്തെ വർഷം പോയി ബീച്ച് ഫെസ്റ്റിന് പോയി. ന്യൂ ഇയർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഭയങ്കര അതിന് മുന്നേ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഈ പിള്ളേര് തീരെ പൊടിയായിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ പോകാത്തത്.
അതിന് മുന്നേക്കെ പോയി. ഇവിടെ കൊറേ പേര് നട്ടുച്ച വെയിലത്ത് വെറുതെ ബീച്ചിന്റെ അവിടെ പോയി ഇരിപ്പുണ്ട്. എങ്ങനെ അവരിക്കുന്നില്ല, കൊടയും പിടിച്ച് വന്നിട്ട് ചെരുപ്പ് ഈ കാല് നടന്നിട്ട് മണ്ണ് ചെരുപ്പിന് അകത്തോട്ട് കയറിയിട്ട് ഒരു പൊള്ളൊന്ന്. അത്രയും വെയിലുണ്ട്, നല്ല കാറ്റ്. കൊടയില്ലായിരുന്നു. അത് തന്നെ പൊള്ളറിഞ്ഞ് ഫോണിലോട്ട് നോക്കിയിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല. എഡിറ്റ് ചെയ്യാൻ പറയത്തോളം നമ്മളെ കാണുന്നുണ്ടോ ഇല്ലേ? അയ്യോ. ഞങ്ങള് രാവിലെ ഇക്ക പറഞ്ഞ് രാവിലെ പോണം, വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇക്ക ഓഫീസിൽ പോയത്. ഞങ്ങൾ പക്ഷെ ES പോവാനായിട്ട് ഇറങ്ങിയപ്പോ 10-10:30 കഴിഞ്ഞു. അവിടെ അനിയ പറഞ്ഞ് 10 മണിക്കേ തുറക്കത്തുള്ളൂ, നേരത്തെ പോയി ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോ കുറച്ച് താമസിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ വന്നപ്പോ ഭയങ്കര വെയിലായിപ്പോയി. അങ്ങനെ ഇവിടെ കുറച്ചു നേരമൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വായി നോക്കി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പെട്ടെന്ന് പോയിട്ട് ഒരാള് ഡ്രസ്സ് കൊണ്ട് മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് ഷോർട്സിലെ വീഡിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടും. ഒന്ന് ഇന്ന് ഷോർട്സ് ആണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീഡിയോ, അങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോരാനായിട്ട് ഇറങ്ങി. ഒരാൾ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോ ബാത്റൂമിൽ അത് കയറുന്നതും കണ്ട് അതേപോലെ കണ്ട് ചാടി ഇറങ്ങി കഴിഞ്ഞപ്പോ എന്റെ ഒരു പാദസരം കാണുന്നില്ല, തീർത്ത്. അവിടെ മൊത്തം ഈ ബീച്ചിലെങ്ങാനും പോയി എന്തോ ഒന്നും അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി പിടിച്ച് നടന്ന് ഞാൻ ഓർത്ത് പോയി. ബീച്ചിൽ വന്നപ്പോ അവിടെ പോയി സംഭവം. പിന്നെ എങ്ങനെയോ നോക്കിയതപ്പോ വീടിന്റെ അകത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ കഴിഞ്ഞ സൺഡേ വന്നായിരുന്നു. ആ ടൈമിലില്ലേ അതിന്റെ അറ്റം വരെ പോയി. പക്ഷെ രസമില്ലല്ലേ. അങ്ങനെ അതിന്റെ അറ്റം വരെ ഞങ്ങള് പോയി. പക്ഷെ അവിടെ ഒന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ല. പക്ഷെ 1-2 പിള്ളേരൊക്കെ ഊഞ്ഞാലയിലൊക്കെ കേറിയിരുന്ന് ആടുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് കയ്യാപ്പ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേറാനായിട്ട്. എനിക്ക് സമ്മതിച്ചു. തുടങ്ങിയിട്ട് കേറാന്ന് പറഞ്ഞു. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് മൊത്തം ഫിറ്റ് ചെയ്തിട്ടുണ്ടാന്ന് പോലും അറിയത്തില്ല. കേറി വെറുതെ എന്തിനാ അപകടം പറ്റി വിചാരിച്ചിട്ടാണ് ഇക്ക പോകണ്ടെന്ന് പറഞ്ഞ. ഇപ്പോഴും അവിടെ സൈഡില് സാധനം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സാധനങ്ങളൊക്കെ മൊത്തം കൊണ്ട് എന്തായാലും കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. സത്യം പറഞ്ഞാൽ എന്നാ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കറക്റ്റ് ഡേറ്റ് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴാണ്, ഇന്നലെ ഞായറാഴ്ച സൺഡേ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം വെച്ചിരിക്കുന്നതാണ്ട. അത് സൺഡേ രാവിലെ പറഞ്ഞ് പിള്ളേരെ കൊണ്ട് ഇതിലെ വീട്ടിൽ പോയപ്പോ അടുത്ത് പോയിട്ട് വന്നപ്പോ പിള്ളേരും പറഞ്ഞ് അവിടെ ബീച്ചിൽ പുതിയ സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇക്കയും പറഞ്ഞ് ബീച്ച് ഫെസ്റ്റിന്റെ ഒക്കെ തുടങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ കറക്റ്റ് ഡേറ്റ് നിങ്ങൾ ശരിക്കും എന്നാ തുടങ്ങുന്ന? ചെറുപ്പമായിട്ടില്ല, നമുക്ക് ആ ന്യൂ ഇയറിന് അടുത്തെല്ലാം ഡിസംബർ 10 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഡിസംബർ 10 ഡിസംബർ 20 ആകുമ്പോഴത്തേക്കും 10 ദിവസത്തെ പരിപാടിയാണ്. 10 ദിവസം. ന്യൂ ഇയറിനാന്നുണ്ട് ലാസ്റ്റ് പരിപാടി. അപ്പൊ 10 ദിവസം പരിപാടി ന്യൂ ഇയറിനായിരിക്കും ലാസ്റ്റ്. മുല്ലയ്ക്ക് ചെറുവിടെ ആലപ്പുഴക്കാരൊക്കെ അറിയാൻ പറ്റും. മുല്ലയ്ക്ക് ചെറുപ്പ് കഴിഞ്ഞ ആ സമയത്താണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും ഡിസംബർ ജനുവരി ഫുൾ ആലപ്പുഴക്കാരുടെ ഫെസ്റ്റിവൽ ഫാസ്റ്റ് തുമ്പോളിപ്പള്ളി പെരുന്നാള്. തുമ്പോളിപ്പള്ളി പെരുന്നാൾ കഴിഞ്ഞു ഗൈസ്. ഫസ്റ്റ് സൺഡേ ആയിരുന്നു പെരുന്നാൾ. ഇനി 8ാം പെരുന്നാൾ അടുത്ത സൺഡേ, അതോടെ അവിടുത്തെ പെരുന്നാൾ തീരും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചെറുപ്പമാണ്. അതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് അർത്തിങ്കപ്പള്ളി പെരുന്നാൾ? തുമ്പോളിപ്പള്ളിക്കാണ്ട് അർത്തിങ്കപ്പള്ളി പെരുന്നാൾ. അർത്തിങ്കപ്പള്ളി ഇവിടെ ചെറുപ്പ് അമ്പലത്തിൽ ഉത്സവം ഏറ്റവും ലാസ്റ്റ് അവിടെയാണ്. അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഇവിടെ ബീച്ച് ഫെസ്റ്റും ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വരുന്നത്. നടന്ന് നമ്മള് നമ്മുടെ റൈഡിന്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ റൈഡുകളൊക്കെ. ഞാൻ ഈ ഊഞ്ഞാലിൽ കേറിയിട്ടില്ല. എന്താണ് ഈ പ്രാവശ്യം ഊഞ്ഞാലിൽ കയറും? നമ്മുടെ ഈ വീഗാലാൻഡിലുള്ള റൈഡ്, നമ്മുടെ വണ്ടർലയിലുള്ള ഒട്ടുമിക്ക റൈഡ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവര് ഡാൻസിങ് വണ്ടർലയിലുള്ള ഒട്ടുമിക്ക റൈഡൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയല്ല, ഈ നമുക്ക് ഈ പിള്ളേർക്ക് ഒരേ കണക്ക് കയറാൻ പറ്റുന്ന റൈഡൊക്കെ ഈ സാധനമൊക്കെ ഈ ഡാൻസിങ് കാറൊക്കെ ഇല്ല, അതൊക്കെ വണ്ടർലയിലുള്ളതാ. ഈ ഡ്രാഗന്റെ ഈ ഇത് കണ്ട, ഇതൊക്കെ വണ്ടർലയിലുള്ളതാ. മറ്റേ ഇതൊക്കെ ഞാൻ ആകെ മറ്റേ ആകാശ ഊഞ്ഞാലി മാത്രമേ കയറിയിട്ടുള്ളൂ.
കഴിഞ്ഞ മുമ്പത്തെ വർഷം എന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പിന് പോയി കഴിഞ്ഞാൽ മറ്റേ ഇതില്ലേ എന്താണ് മറ്റേ ബൈക്ക് ഇങ്ങനെ കറക്കി അപ്പുറത്തുണ്ട് ബൈക്ക്. അതിൽ മാത്രമേ കേറിയിട്ടുള്ളൂ. ഒരൊറ്റ പ്രാവശ്യം ആകാശ ഊഞ്ഞാലിൽ കേറിയിട്ടുള്ളൂ. വേറെ ഒന്നിലും ഞാൻ ഇന്നേ വരെ കഴിഞ്ഞതിന്റെ ഈ പ്രാവശ്യം എന്തായാലും ഇതിൽ കയറും. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഇക്കായും വൈഫ് ചേട്ടത്തിയും പിള്ളേരെല്ലാട്ട് എന്റെ പൊന്നെ ഞങ്ങൾ ഇതൊക്കെ ചെറുപ്പിന് പോന്നു. ആകാശത്തോട്ടേ കേറി. ചേട്ടത്തി ഭയങ്കര പേടിയാ ചേട്ടത്തിക്ക്. എനിക്കും പേടി വേറെ. എന്റെ റബ്ബേ അവിടെ ഇരുന്നോണ്ട് ഈ ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ടിരുന്ന ഒരു ചെറുക്കിരുന്നിട്ട് ഭയങ്കരമായിട്ട് ദിക്കറയില് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങള് പേടിച്ച് ആദ്യം പയ്യെ പോയി പോകും. കുറച്ചവിടെ സ്പീഡ് കൂട്ടുമ്പോഴാ പടച്ചനെ തെറിച്ച് പോകും. അങ്ങനെയൊക്കെ ഉള്ള ഇതാ നമ്മൾ അതോടെ കടിച്ചുവിടും. ഇതിനെന്താ പറയുന്നതെന്ന് അവർക്ക് മാത്രം എനിക്കറിയത്തില്ല. അവർക്ക് മാത്രം. അവരൊക്കെ അത് ഇതൊക്കെ അവര് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇതിന്റെ അടിയിൽ തന്നെയാണ് അവര് താമസിക്കുന്നത്. ഈ ഫിറ്റ് ചെയ്തിരിക്കുന്നതിന്റെയൊക്കെ അടിയിൽ തന്നെയാണ് ഇവര് താമസിക്കുന്നത്. ചെറിയ ടെന്റ് കണക്കെല്ലാം കെട്ടിയിട്ട്. പിന്നെ അവിടെ കാണുന്ന അവിടെയാണ് അക്വേറിയം വരുന്നത്. നമ്മുടെ കപ്പല് കാണിച്ചു കൊടുക്കാം. അങ്ങനെ നടന്നു. ഭയങ്കര കാറ്റും നല്ല ഉച്ച പൊട്ടിത്തെറിക്കുന്ന വെയിലും. നല്ല അസാധ്യ വെയിൽ. നടന്ന് കൊഴിഞ്ഞ് നമുക്കിവിടെ ഇരിക്കാൻ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത്ര വെയിലോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമ്മള് നടന്നത് എവിടം വരെ വന്നല്ലേ. ആക്ച്വലി നമ്മുടെ വണ്ടി ഇരിക്കുന്ന അങ്ങേ അറ്റത്താ. ഞങ്ങൾ ഇപ്പൊ നിക്കുന്നത് ഇങ്ങേ അറ്റത്താ. നമുക്ക് ഇതിന്റെ പുറകെ കൂടെ പോവാം. നമുക്ക് ഇനി ഫ്രണ്ട് വ്യൂ നോക്കാം. മൊത്തത്തിൽ എത്ര റൈഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്താൽ അറിയാൻ പറ്റത്തുള്ളൂ എത്ര റൈഡ് ഉണ്ടോ. ഇനിയും പ്രത്യേകിച്ച് വേറെ ഒന്നും വരാനില്ലെന്നാ തോന്നുന്നു. പക്ഷെ ഇതൊക്കെ തുടങ്ങി കഴിയാൻ പടിപൊളിയായിരിക്കും. ഇതുവരെ കാണാത്തോണ്ട് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കാണാൻ. എപ്പോഴും കണ്ടിട്ടുള്ളോണ്ടൊന്നും തോന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതേപോലത്തെ സെയിം ഷൂ ഉണ്ടായിരുന്നു. അനിയുടെ ഷൂ പൊട്ടിപ്പോയി. അന്ന് വാങ്ങിച്ച ചെരുപ്പ്. അനിയൊക്കെ ചെരുപ്പിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് സംഭവം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്തേ. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ചെരുപ്പിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഷൂ അനിയെ കൊടുത്തിട്ട് അനിയുടെ ചെരുപ്പ് ഞാനിടാം. അങ്ങനെ ചെരുപ്പ് മാറൽ ചടങ്ങ് ഇവിടെ നടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. എനിക്ക് നടക്കാം. അതെ, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഷൂവും ചെരുപ്പും ഓക്കെയാ, രണ്ടും ഓക്കെ. ഞാൻ പണ്ട് നാള് തൊട്ടേ എന്തോ ഷൂ ഉപയോഗിച്ചിട്ടുള്ള. അവിടെ 4 പേര് അവർ വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് ചോട്ടാ, പിന്നെ ബാക്കി എന്റെ കൂടെയുള്ള ചോട്ടാ ഭീമും മറ്റേ വേറൊരു പെങ്കൊച്ചും. ഇതൊന്നും നമ്മൾ കണ്ടില്ല. അവിടെ വന്നിരുന്നാണ്ട് ഇതൊന്നും കണ്ടില്ല. കയ്യാപ്പി അച്ചു ഇത് കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. അവരുടെ കൂട്ടുകാരെ ചെരുപ്പ് മാറി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു നടക്കാൻ ഒരു രസം വന്നത്. ഇത്രയും നേരം വിഷമം ഉണ്ട്. നടന്നിട്ട് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അതാ കാണിച്ചു തരാം. അതെന്റെ കൂട്ടുകാര്. കാർട്ടൂൺ കാണുന്ന പിള്ളേർക്കറിയാം ഇത് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന്. ഇതൊക്കെ ഫുള്ള് മറ്റേ ഇരുന്നത് ഇങ്ങനെ ആട്ടുന്ന സാധനം തോന്നുന്നു.
മറ്റേ ട്രെയിൻ ഈ സാധനത്തിൽ ഞാൻ കേറിയിട്ടുണ്ട്, ഈ ട്രെയിനിന്റെ അകത്ത്. ഇതെന്തോ ഞാൻ അതും കൂടി പറയാം. ഇതായിരിക്കണം ടിക്കറ്റ് കൗണ്ടർ അല്ലേ? ട്രെയിനിന്റെ അകത്തും ഞാൻ കേറിയിട്ടുണ്ട് പണ്ട് ഒരു ഒറ്റ തവണ. ഇതിനകത്ത് ഇപ്പൊ ആളൊക്കെ ആണല്ലേ. ഇത് പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ പോകും, ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആകുമ്പോഴേ രസം. ഒരൊറ്റ തവണ കയറിയിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരുടെ ട്രെയിനും ഒത്തിരി 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 സാധനങ്ങളുണ്ട്. ഇഷ്ടം പോലെ റൈഡുണ്ട്. കൊറിയത്തിന്റെ അപ്പൊ അതെന്തോ അറിയത്തില്ല എന്തൊക്കെയാണ്. അക്വേറിയം അറിയത്തില്ല. സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു അക്വേറിയം. അതിവിടെ സീ വേൾഡ് അക്വേറിയം എന്ന് പറഞ്ഞോണ്ട് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ. അതൊക്കെ തന്നെയായിരിക്കും. ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. അല്ല, ഇത് അക്വേറിയം തന്നെയാണ്. അത് ഈ ഒരു മറ്റേ എന്താണ്, ഞങ്ങക്ക് ചെറുതായിട്ട് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് അക്വേറിയം എന്ന് തോന്നുന്നു. അതെന്താ സംഭവം അറിയത്തില്ല. സീ വേൾഡ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ എന്ന് പറയുന്നത് മറ്റേ ഒരു ഇഗ്ലൂ ഇല്ലേ, അതിന്റെ ഒരു മോഡലാന്ന് തോന്നുന്നു. എന്താ സംഭവം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇത് തുടങ്ങി കഴിയുമ്പോ അറിയാം. നിങ്ങൾ എല്ലാരും വന്ന് കണ്ടോളൂ. ഞങ്ങളും വരുന്നുണ്ട് കാണാൻ. ഇവിടെ അടുത്ത റൈഡിന്റെ ഒക്കെ പണി തുടങ്ങിയിട്ടേ ഉള്ളു, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും അവര് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നലെ വന്നപ്പോഴും ഈ ഒരു സ്റ്റേജിൽ തന്നെ കിടക്കും. എനിക്കത് പയ്യാന്ന് തോന്നുന്നു. ഇത്ര ആൾക്കാരും ഇതൊക്കെ കേറുന്നല്ലേ, നമുക്ക് ആ ഒരു ടൈമിനുള്ള ചേർല. എന്റെ പൊന്നെ, അടന്ന് കുഴഞ്ഞു. എല്ലാവർക്കും കണ്ടല്ലോ, നിങ്ങളെല്ലാരും പോകുന്നു. ഇതൊക്കെയുള്ളു ഇന്നലെ ഞങ്ങള് മിനിഞ്ഞാന്ന് വന്ന് കണ്ട അത്രയും തന്നെയുള്ളു ഇന്ന് ഇതാക്കി. പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവര് ആ ഓരോ മറ്റേ റൈഡ് ഒക്കെ അതിന്റെ അടിയിലെ കൂടാരം കണക്ക് വെച്ചിട്ട് അവരത് താമസിക്കുന്നതെന്ന് തോന്നും. അപ്പൊ അവിടെ ഉള്ളവരെല്ലാം വേറെ പ്രത്യേകിച്ച് അങ്ങനെ ആരുമില്ല. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ റൈഡുകളൊക്കെ സെറ്റ് ആക്കും. അവര് അതിന്റെ സമയം പയ്യെ പണി ചെയ്ത പിള്ളേരുടെ എക്സാം എല്ലായിടത്തും പിള്ളേർക്കൊക്കെ ക്രിസ്മസ് ഇവിടെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. വീട്ടില് പിള്ളേർക്ക് രണ്ടുപേർക്കും നാളെ എക്സാം തുടങ്ങും. 20-ാം തീയതി അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ, അതോടെ സ്കൂൾ അടക്കും. പിള്ളേരുടെ സ്കൂൾ അടക്കുന്ന സമയത്ത് എന്താണെങ്കിലും ഇവിടെ റെഡിയാവും. അപ്പോഴത്തേക്കും ബീച്ച് ഫെസ്റ്റ് ഒക്കെ തുടങ്ങാറായി. വേറെ ബീച്ചിലൊക്കെ ഫെസ്റ്റ് ഉണ്ടാവില്ലേ? ഇൻഷാല്ലാ. അപ്പം എല്ലാ ദിവസവും ബീച്ച് ഫെസ്റ്റിവലിൽ ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇക്കയുടെ തിരക്കണക്ക് ഇരിക്കും. ഇക്ക റെഡിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡെയിലി വന്ന് വ്ലോഗ് ഇടുന്നതായിരിക്കും. ബീച്ച് ഫെസ്റ്റ് ലാസ്റ്റ് ന്യൂ ഇയർ കൊണ്ട് അവസാനിക്കുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടും കാണും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. Take care and bye.